നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഭ്രമയുഗം ചർച്ച ചെയ്ത് സിനിമ വരാറായി. ഇനി ഒരു ദിവസമോടെ ഉള്ളൂ വെയിറ്റിംഗ്. ഫെബ്രുവരി 15 കേരളമെമ്പാടും റിലീസ് ചെയ്യുന്ന സിനിമയാണ് ഭ്രമയുഗം. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ സെക്ഷൻ ഒന്നുമില്ലാതെ ഇന്നൊരു പ്രസ് മീറ്റ് മാത്രമേ ഉള്ളായിരുന്നു. നമുക്ക് ഈ മമ്മൂട്ടിയുടെ പ്രസ് മീറ്റ്, സിനിമകളുടെ പ്രസ് മീറ്റ് കാണുമ്പം, ഇൻ്റർവ്യൂ കാണുമ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതുവരെ ഇല്ലാത്ത പുത്തനായിട്ടുള്ള അറിവുകൾ നമുക്ക് ശേഖരിക്കാനൊക്കെ പറ്റും. കുറേ ബുക്കുകൾ വായിക്കുന്നതിനേക്കാട്ട് നല്ലത് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. പൃഥ്വിരാജ് വേറൊരു സ്റ്റൈലിൽ ഇൻ്റർവ്യൂ തരും. അന്നേരം പല രീതിയിലും നമുക്ക് പഠിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഈ പ്രസ് മീറ്റ്, ഇൻ്റർവ്യൂ അല്ല, പ്രസ് മീറ്റോടുകൂടി ഇനി ഇൻ്റർവ്യൂകളൊന്നുമില്ല. പ്രസ് മീറ്റോടുകൂടി തീർന്നു ഈ പടത്തിൻ്റെ പ്രൊമോഷൻസ് അല്ല. ഈ പ്രസ് മീറ്റിൽ ഒന്നും ഇവർ തള്ളിയില്ല എന്നുള്ളതാണ്. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരുപാട് തള്ളാമെങ്കിൽ ഇഷ്ടം പോലെ തള്ളാൻ പറ്റുന്നൊരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ ഒന്നും തന്നെ അവർ തള്ളിയിട്ടില്ല. തള്ളാൻ വേണ്ടി ഇവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് മീഡിയക്കാർ ചോദിച്ചപ്പോഴും ഒന്നും അതിൻ്റെ ക്രൂ മെമ്പേഴ്സും ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ആരും, ടെക്നീഷ്യന്മാരും ആരും ഒന്നും തള്ളിയിട്ടില്ല. അത് നമുക്ക് എടുത്തു പറയേണ്ടത്, ഇത് ഇങ്ങനെ ഈ സംഭാഷണങ്ങൾ ഇങ്ങനെ പ്രസ് മീറ്റ് ഇങ്ങനെ നടക്കവേ നമുക്കും വേണ്ടേ ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്നിടത്തൊരു വാലിഡായിട്ടൊരു പോയിൻ്റാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഇദ്ദേഹം ഒരുപാട് മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതായത് ഞാനതാ പറഞ്ഞത്, നമ്മൾ ഒരുപാട് ബുക്കുകൾ വായിക്കുകയും ചിലപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുകയൊക്കെ ചെയ്താലും നമുക്ക് കിട്ടാത്ത അറിവുകൾ തരുന്ന ഒരു മേഖലയിൽ ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതൊരു വളരെ ആകർഷണീയം എനിക്ക് തോന്നി. വേറൊന്നുമല്ല, നമുക്കിപ്പം 1984 നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെക്കുറിച്ചൊക്കെ, എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചൊക്കെ നമുക്കറിയാം, വ്യക്തമായിട്ടറിയാം. പക്ഷേ മമ്മൂട്ടി പറഞ്ഞത്, നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഹോളിവുഡിൽ പോലും അങ്ങനെയുള്ള നിരവധി സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് ഓസ്കാർ അവാർഡ് കിട്ടിയ ആർട്ടിസ്റ്റ് എന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു. ഓസ്കാർ അവാർഡ് കിട്ടണമെങ്കിൽ അത്രയും ഗംഭീരമായിരിക്കണം ആ സിനിമ. ആർട്ടിസ്റ്റ് എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. അതിന് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്നേരം അങ്ങനെ ഹോളിവുഡിനാകാമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ട് ഇക്കാലത്ത് ഇപ്പോഴത്തെ ജനറേഷന് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്തുകൂടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗംഭീരമായൊരു മറുപടി, ഗംഭീരമായൊരു ഉത്തരം നമുക്ക് ഭയങ്കരമായിട്ട് എന്നെപ്പോലുള്ള സാധാ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. കാരണം ഒരു ഹോളിവുഡ് പോലെ ആയിരിക്കണമല്ലോ, ഹോളിവുഡിൽ സ്വപ്നം കാണാമെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് ബേസ് വെച്ചുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കൊച്ചു സിനിമയായാലും ഉണ്ടാക്കിക്കൂടെ എന്നുള്ള, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്കെല്ലാം, നമ്മുടെ ജനറേഷൻ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടേ ഇല്ല തിയേറ്ററിൽ വെച്ച്. എൻ്റെ ജനറേഷൻ ഒന്നും കണ്ടിട്ടേ ഇല്ല. നമ്മൾ ഈ കേൾക്കുന്ന ശ്രോതാക്കളുടെ ഒരു നല്ല ശതമാനവും പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അന്നേരം ഇങ്ങനൊരു പശ്ചാത്തലം വരുന്ന നിഗൂഢമായ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന, ഭയം ജനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൊരു ത്രില്ലർ സിനിമ വരുമ്പം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഹാറ്റ്സ് ഓഫ്. കാരണം അത്രയൊക്കെ അദ്ദേഹം അപ്ഡേറ്റഡ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ കാര്യത്തിനും ഓരോ സിനിമകൾ, ലോകമെമ്പാടും ഇറങ്ങുന്ന സിനിമകൾ എനിക്കൊന്നും അദ്ദേഹം കണ്ടു തീർക്കുകയാണെന്ന് തോന്നുന്നു. പല ഇൻ്റർവ്യൂവിലും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമകളും ഇരുന്ന് കാണും. ഇത്രയും സമയം കണ്ടെത്തുന്നില്ല, അഭിനയിക്കുന്നു, ഫുൾ ടൈം അഭിനയിക്കുന്നു. ഇത്രയും ഒരുപാട് സിനിമകൾ കാണുമ്പോൾ തന്നെ ഒരുപാട് അപ്ഡേറ്റ് ആകും. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അദ്ദേഹം 100% ഗംഭീരമാകും. അന്നേരം ആർട്ടിസ്റ്റ് പോലെ ഓസ്കാർ അവാർഡ് കിട്ടുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുന്ന, സാമ്പത്തിക വിജയം കോടികളൊക്കെ പിന്നീട് നിൽക്കാം, നല്ലപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറട്ടെ. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇതിനകത്ത് പലപ്പോഴായിട്ട് ഒരു പറയാതെ പറയുന്നില്ല. ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞങ്ങൾ കുഴഞ്ഞു അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ അറിയാമല്ലോ. അന്നേരം ഓസ്കർ അവാർഡിന് തുല്യമായ, അല്ലെങ്കിൽ ഓസ്കർ അവാർഡ് കിട്ടട്ടെ, അല്ലെങ്കിൽ അതിന് തുല്യമായ രീതിയിൽ എല്ലാവരും സംസാരിക്കുന്ന ഗംഭീര ഒരു ചിത്രമായി മാറട്ടെ. കോടികളൊക്കെ അത് സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളാണ്. കോടിക്കലകത്തെക്കുറിച്ചല്ല നമുക്ക് സംസാരിക്കേണ്ടത്. സിനിമ ആദ്യം ഗംഭീരമാകട്ടെ. അന്നേരം ഈ ഇന്നത്തെ പ്രസ് മീറ്റ് നല്ലൊരു പ്രസ് മീറ്റായിരുന്നു. നല്ല സിമ്പിളായിട്ടൊരു 45 മിനിറ്റിനുള്ളിൽ നിൽക്കുന്നൊരു പ്രസ് മീറ്റ്.
ഒന്നും അവർ വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല ടെക്നീഷ്യന്മാരും ആരും. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ചൊന്നും എടുത്ത് അലക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ആർക്കും ഒരാൾക്ക് മീഡിയക്കാർക്കും കിട്ടിയിട്ടില്ല. അന്നേരം നമുക്ക് ആശംസിക്കാം നല്ലൊരു സിനിമയ്ക്ക് ഫെബ്രുവരി 15 നല്ലൊരു സിനിമ, നല്ലൊരു പരീക്ഷണ വിജയചിത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.